പരലോക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പരലോക ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഭൗതിക ലോകത്തിന്റെ ശീതളിമയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ അവര് മെനക്കെട്ടപ്പോ ഈ ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളിൽ നിന്നും അവര് ബഹുദൂരം സഞ്ചരിച്ചപ്പോൾ ഈ ദുനിയാവ് ചതിക്കുന്ന പെണ്ണാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ സഹോദരങ്ങളെ, പടച്ചതമ്പുരാന്റെ അനന്തമായ ആഖിറത്തിന് അവര് പ്രാധാന്യം കൊടുത്തവരാ, പരലോകത്തിന് അവര് പ്രാധാന്യം കൊടുത്തവരാ. ഈ രണ്ട് ക്വാളിറ്റിയാണ് ജീവിതത്തിൽ അവർ എല്ലാവരെക്കാളും മുകളിലെത്തപ്പെട്ടത്, എല്ലാവരാലും സ്മരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ, മുൻഗാമികളായ ഈ സമുദായത്തിന്റെ ആദ്യകാലഘട്ടക്കാരായ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബത്തിനുണ്ടായിരുന്ന ഈ രണ്ട് ക്വാളിറ്റിയാണ് എന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ എനിക്ക് വിശദീകരിക്കാനുള്ളത്. ഒന്ന് വിശ്വാസത്തിന്റെ ദൃഢതയാണ്, വിശ്വാസത്തിന്റെ ദൃഢതയാണ്, യഖീനാണ്. നിങ്ങൾക്കറിയുമോ, ഒരു ദിവസം അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുന്നിലേക്ക് അതാ ഒരു സഹാബി കടന്നു വരികയാണ്. ആ സഹാബി മറ്റാരുമല്ല, ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാ, ഹാരിസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു. ബദർസിൽ ബദരിയത്ത് ചെല്ലുന്നവർക്ക് അറിയാൻ പറ്റുന്ന ഒരു പേരാണല്ലോ ഹാരിസത്ത് റളിയല്ലാഹു തആല അൻഹു. മജ്ലിസുൻ നൂറിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവർക്കറിയാം ഹാരിസത്ത് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, കൈഫ അസ്ബഹത യാ ഹാരിസ, ഹാരിസ നീ എങ്ങനെയാണ് പ്രഭാതത്തെ വരവേറ്റത്, എങ്ങനെയാണ് കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമായപ്പോ, എങ്ങനെയാണ് പ്രഭാതം പൊട്ടിവിടരുന്നപ്പോൾ, പ്രഭാത സൂര്യൻ പൊട്ടിവിടരുന്നപ്പോ എങ്ങനെയാണ് സുബഹിന്റെ സമയത്ത് നീ ഉണർന്നത് ഹാരിസ? ഈ ചോദ്യം റസൂലുള്ളാഹി തങ്ങൾ ഹാരിസത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ ഹാരിസത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തെന്നറിയോ? സഹോദരങ്ങളെ, ജീവിതത്തിൽ വളരെ അത്ഭുതത്തോടെ നമുക്ക് നോക്കി കാണാൻ പറ്റുന്ന മറുപടിയാ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത മറുപടിയാ. ചുമ്മയാണോ വെറുതെയാണോ ബദരീങ്ങൾ ഇത്രയും മഹത്വമുള്ളവരായത്? ഇതുകൊണ്ടാണോ ബദരീങ്ങൾ ഇത്രത്തോളം വാഴ്ത്തപ്പെടുന്നത്? ഇതുകൊണ്ടല്ലേ ബദരീങ്ങൾ ഇത്രത്തോളം സ്മരിക്കപ്പെടുന്നത്? ആ ബദരീങ്ങളിൽപ്പെട്ട ഹാരിസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി പ്രഭാതത്തെ എങ്ങനെയാണ് വരവേറ്റതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുകയാണ്, നബിയേ അസ്ബഹതു മുഅ്മിനൻ ഹഖൻ ഹഖാ, ഞാൻ പ്രഭാതത്തെ വരവേറ്റത് റസൂലേ യഥാർത്ഥ വിശ്വാസത്തോടുകൂടിയാണ് നബിയെ, ഹഖായ ഈമാനോടുകൂടിയാ. എന്റെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ അല്ലാഹുവേ നിന്നെ പറ്റിയിട്ടുള്ള വിശ്വാസം വെറുതെയല്ല, അത് ചാഞ്ചാട്ടമുള്ള വിശ്വാസമല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന വിശ്വാസമല്ല, അത് ഹഖായ വിശ്വാസമാണ് നബിയേ. ഏകനായ പടച്ചവനെ കൊണ്ട് എന്റെ വിശ്വാസം ഹഖാണ്, അങ്ങയെ പറ്റിയിട്ടുള്ള വിശ്വാസം ഹഖാണ് നബിയേ, മലായിക്കത്തുകളെ പറ്റിയിട്ടുള്ള വിശ്വാസം ഹഖാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അങ്ങോട്ട് പറയുന്ന നേരത്തെ റസൂലുള്ളാഹി തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാ. എന്നെ കേൾക്കാൻ വേണ്ടി പൊത്തുവാടിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉപ്പളയിലെ സഹോദരങ്ങളെ, അനുഗ്രഹീതമായ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് മനോഹരമായ പള്ളിയിൽ നമസ്കരിക്കാൻ ആവേശത്തോടെ ഈ അനുഗ്രഹീതമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ദീനീ ബോധമുള്ള മതബോധമുള്ള പ്രിയപ്പെട്ട കാസർഗോഡിന്റെ മക്കളോട് പറയുകയാ, അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹാരിസേ, നീ പറഞ്ഞല്ലോ ഈമാൻ ഹഖാണ് എന്ന്, വല്ല തെളിവും നിന്റെ കയ്യിലുണ്ടോ? വല്ല അടയാളം നിന്റെ കയ്യിലുണ്ടോ ഹാരിസാ? ആ സമയത്തെ ഹാരിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തെന്നറിയോ? ജീവിതത്തിൽ തൊപ്പി വെച്ചുകൊണ്ട് തലമുടി വളർത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ കള്ളു കുടിച്ചുകൊണ്ട് പലിശ വാങ്ങിക്കൊണ്ട് ജീവിതത്തിൽ മോശമായ നിലയിൽ സഞ്ചരിക്കുന്നത് തൊപ്പി വെച്ചു എന്നതിന്റെ പേരില്, ഇസ്ലാമിന്റെ വേഷവിധാനം തന്റെ തലയിൽ ഇരിക്കുന്നു എന്നതിന്റെ പേരില് താൻ ചെയ്യുന്നതല്ല ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു സ്വഭാവത്തിലുള്ളതാണ് എന്ന് ചിന്തിച്ചു പോയ ചെറുപ്പക്കാരനോട് ജുമഅയ്ക്ക് മാത്രം പള്ളിയിൽ വന്നിട്ട് ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണെന്ന് ചിന്തിച്ചു പോയാ, വയല് കേൾക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വന്ന് വയല് പറയുന്ന ഉസ്താദിന്റെ കൈപിടിച്ച്
പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് പോകുമ്പോ ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന് ചിന്തിച്ചു പോയ തലമുറയോട് പ്രിയപ്പെട്ടവരെ പറയാനുള്ളത് എന്താണെന്നറിയോ? ഹാരിസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു എന്റെ വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിലുള്ള വിശ്വാസം ഹഖാണ് നബിയേ എന്ന് പറഞ്ഞത്. അതിന്റെ തെളിവ് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിയോട് പറഞ്ഞത് എന്തെന്നറിയോ? നബിയേ അസബ്തു നഫ്സി അനിദ് ദുനിയാ, എനിക്ക് ദുനിയാവ് വേണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനമെടുത്തു. ദുനിയാവ് വേണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനമെടുത്തു എന്ന് പറഞ്ഞാൽ ആഖിറത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തു. അനന്തമായ ആഖിറത്തിനാണ് എനിക്ക് പ്രാധാന്യം ഞാൻ ജീവിതത്തിൽ കൊടുത്തത്. ഈ കള്ളിപ്പെണ്ണായ ദുനിയാവ് ചതിക്കുമെന്ന് എനിക്കറിയാം. ഇത് നശ്വരമാണെന്നറിയാം. ഇത് എന്നായാലും നശിച്ചു പോകാനുള്ളതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ദുനിയാവിന് ഞാൻ പ്രാധാന്യം കൊടുക്കാറ് അള്ളാഹുവിന്റെ ആഖിറത്തിന് ഞാൻ അങ്ങ് പ്രാധാന്യം കൊടുത്തപ്പോ ഫസ്തവാ ഇൻദി ദഹബുഹാ വമുദുറുഹാ, ആർഭാടത്തോടെ ഇന്നും കല്യാണം നടത്തുന്ന ജില്ല കാസർഗോഡല്ലേ? വലിയ വലിയ രമ്യകർമ്മങ്ങൾ കെട്ടിപ്പടുത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ധനാഢ്യന്മാരുള്ളത് ഈ കാസർഗോഡിന്റെ മണ്ണിലല്ലേ? പ്രിയപ്പെട്ടവരെ, തെക്കൻ ജില്ലകളിലെ മക്കാമുകൾ കുറവാണ്. തെക്കൻ ജില്ലകളില് മഹത്തുക്കളായ സാദാത്യങ്ങൾ കുറവാണ്, സംശയമില്ല. പക്ഷേ അവിടെ പോലും ഇല്ലാത്ത പേക്കോട്ടുകൾ കല്യാണത്തിന്റെ പേരിലും നടത്തിക്കൂട്ടുമ്പോ എന്തിന്റെ പേരിലാണ്? സമ്പത്ത് കുമിഞ്ഞുകൂടിയതിന്റെ പേരിലാ. 1 കോടി രൂപയോളം ചെലവ് വരുന്ന പന്തലിട്ട് കല്യാണം നടത്തിയ ആളിനെ എനിക്കറിയാ. ഈ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന വഴിയിലാണ്. സഹോദരങ്ങളെ, ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്, മഹാനായ ഹാരിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഹഖായത് എങ്ങനെയെന്നറിയോ? യഖീൻ എങ്ങനെയാണ് സമ്പാദിച്ചതെന്നറിയോ? വിശ്വാസം എങ്ങനെയാണ് രൂഢമൂലമായതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ അസബ്തു അനിദ് ദുനിയാ നഫ്സി, എന്റെ നഫ്സിനെ ഞാൻ ദുനിയാവിൽ നിന്ന് ഞാൻ അകറ്റി നിർത്താൻ ശ്രമിച്ചു. എനിക്ക് പരലോകം മതി, ആഖിറം മതി എന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു. ഭൗതികമായ താല്പര്യങ്ങളോട് എനിക്ക് വല്ലാത്ത അകൽച്ച തോന്നിയപ്പോ ഫസ്തവാ ഇൻദി ദഹബുഹാ വമുദുറുഹാ, ഇത് പറയാനല്ലാതെ എനിക്ക് കഴിയില്ല ചെറുപ്പക്കാരാ. ഇത് കേൾക്കാനല്ലാതെ നിങ്ങൾക്കും കഴിയൂല പ്രിയപ്പെട്ട അനുവാചകരെ. ഇത് കേൾക്കാനല്ലാതെ നിങ്ങൾക്കും കഴിയൂല സംഘാടകര്. എന്താ മഹാനായ ഹാരിസ് തങ്ങൾ പറഞ്ഞതെന്നറിയോ? ഞാൻ ദുനിയാവിന് വില കൊടുക്കാതെ പരലോകത്തിന് പ്രാധാന്യം കൊടുത്തപ്പോ ഫസ്തവാ ഇൻദി ദഹബുഹാ വമുദുറുഹാ, എന്റെ കയ്യിൽ ഒരു കയ്യിൽ സ്വർണത്തിന്റെ കൂമ്പാരമാണ്, മറു കയ്യിൽ ഈ ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണാണ്. ഈ ഒരു പിടി മണ്ണും ഒരു പിടി സ്വർണാഭരണവും ഞാൻ എടുത്ത് കയ്യിൽ വെച്ച് നോക്കുമ്പോ ഫസ്തവാ ഇൻദി ദഹബുഹാ വമുദുറുഹാ, ഇത് രണ്ടും എന്റെ കണ്ണിൽ സമം തന്നെയാ. എനിക്ക് മണ്ണിനേക്കാ പൊന്നിനോട് താല്പര്യമില്ല, എനിക്ക് സ്വർണാഭരണങ്ങളോടും മഞ്ഞളിപ്പില്ല, എനിക്കതിനോട് വല്ലാത്ത പൂതിയില്ല, കൂറില്ല. എനിക്ക് ഒരു പിടി മണ്ണ് വാരി കയ്യിൽ വെക്കുന്ന അതേ ചിന്ത തന്നെയാണ്. ഒരു കൈ നിറയെ എനിക്ക് സ്വർണാഭരണങ്ങൾ കിട്ടിയാൽ ഇതേ ഒരു ചിന്തയാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായത്. മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹു നിർത്തുന്നില്ല. റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ എനിക്ക് പരലോകത്തിന് പ്രാധാന്യം കൊടുത്തപ്പോ ഇവിടത്തെ സ്വർണാഭരണങ്ങളും വൈഡൂര്യവും മരതകവും മാണിക്യവും ഇവിടത്തെ മറ്റുള്ള എല്ലാ ആഭരണങ്ങളും ഇതുപോലെ ഇവിടത്തെ പച്ചമണ്ണും എനിക്ക് ഒരുപോലെയാണെന്നൊരു തോന്നലുണ്ടായി, ചിന്തയുണ്ടായി. അങ്ങനെ ഞാൻ ആലോചിച്ചിരിക്കുമ്പോ നബിയേ അല്ലാഹുവിന്റെ റസൂലിനോടാ പറയുന്നത്, യാ റസൂലല്ലാഹ് അലുമഅ്തു അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നപ്പോൾ എന്റെ പകൽ മുഴുവന് ഞാൻ വ്രതശുദ്ധിയിലായി. എന്റെ അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ പട്ടിണി കിടക്കാൻ തുടങ്ങി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ തൊണ്ട പൊട്ടി ചുണ്ട് വരണ്ടുണങ്ങിയിട്ട് പട്ടിണി കിടക്കാൻ തുടങ്ങി. എന്റെ നാഥന്റെ മുന്നിൽ ഞാൻ നിരാഹാരം കിടക്കാൻ തുടങ്ങി. എന്റെ റബ്ബിന് വേണ്ടി ഞാൻ നോമ്പ് പിടിക്കാൻ തുടങ്ങി. വസ്ഹറുതു ലൈലി, എന്റെ പാതിരാത്രികളെ ഞാൻ ചലനമുള്ള
ഉള്ളതാക്കി. എന്റെ രാത്രികളിൽ ഞാൻ മൂടിപ്പൊടച്ച് കിടക്കാതെ എന്റെ റബ്ബിന് വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, പള്ളി വെച്ചിട്ടിരിക്കുകയാണ്, ശരി തന്നെ. പക്ഷേ ഇശാ നിസ്കരിക്കാൻ പള്ളിയിലെ മുക്രയും പള്ളിയിലെ ഉസ്താദും മാത്രമുള്ള പള്ളികൾ എത്രയുണ്ടെന്നറിയോ? അതുകൊണ്ട് പോര ചെറുപ്പക്കാരാ, റഷീദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത പള്ളിയാണെന്ന് പറഞ്ഞിട്ട്, അങ്ങ് പാണക്കാട് നിന്ന് വന്ന് ഉദ്ഘാടനം ചെയ്ത പള്ളിയാണെന്ന് പറഞ്ഞിട്ട്, മനോഹരമായ പള്ളിമുറ്റമാണെന്ന് ചിന്തിച്ചിട്ട് ഞാനും നിങ്ങളും അഭിമാന പുളകിതരാകുമ്പോ ഈ മഹല്ലത്തിലുള്ള ഓരോരുത്തർക്കും ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കാത്തടത്തോളം ഈ പള്ളിയോടുള്ള ഹക്ക് വീടുന്നവരല്ല ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബി പറയുകയാണ്, രാത്രി എനിക്ക് കിടന്നുറങ്ങാൻ പറ്റൂല നബിയേ, പാതിരാത്രി ഞാൻ ഉറക്കമുളച്ചിട്ട് അല്ലാഹുവിന് വേണ്ടി ഇബാദത്തിലാണ്, പകലന്തിയോളം ഞാൻ വ്രതശുദ്ധിയിലാണ്, ഈ ഭൗമോപരിതലത്തിലെ മണ്ണും പൊന്നും എനിക്ക് ഒരുപോലെ തന്നെയാണ്. അതെന്തുകൊണ്ടാണ്? ആഖിറത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തത് കൊണ്ടാ. അങ്ങനെ ഞാൻ ചിന്തിച്ച് അവസാനം ഞാൻ സ്വർഗത്തിലാണെന്നങ്ങ് കരുതിപ്പോയി നബിയേ. കന്നി അൻളുറു ഇലാ അഹ്ലിൽ ജന്ന. കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ തസ്നീമിന്റെ സൽസബീലിന്റെ സ്വർഗമാകുന്ന അനുഗ്രഹീത സ്വർഗത്തിലാണ് ഞാനുള്ളതെന്നങ്ങ് ചിന്തിച്ചു പോയി. ആ സമയത്ത് യുനഅമോ, എനിക്ക് രോമാഞ്ചം വന്നു നബിയേ. ആ സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസയിലെ ഞാൻ തുള്ളിക്കളിക്കും പോലെ എനിക്ക് തോന്നി ഹബീബേ. പെട്ടെന്ന് ഞാൻ ചിന്തിച്ച്, ഞാൻ നരകത്തിലാണോ വൈലാഹിലിന്നാ, നരകത്തിലാണോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു പോയി. ആ സമയത്ത് യുഅദ്ദബൂ, എന്റെ ശരീരം വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. അള്ളാന്റെ ശിക്ഷകളെ ഞാൻ ഏറ്റുവാങ്ങുന്നത് പോലെ തോന്നി നബിയേ. ഇതൊരു സഹാബിയുടെ വാക്കാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് മാതൃകയായി അള്ളാന്റെ പരിശുദ്ധ ദീനിന്റെ പോരാട്ട വീതിയില് വീരേതിഹാസം വിരച്ച ബദരീങ്ങളുടെ പ്രമുഖനായ ഹാരിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ കഥയിലുള്ളതുപോലെ ജീവിതത്തിൽ ഹക്കായ യഖീനുള്ള മുഅ്മിനീങ്ങളായി അന്നത്തെ സഹാബത്ത് മാറിയത് കൊണ്ടാണ് എത്രയോ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും അവര് വിസ്മരിക്കപ്പെടൂല. എത്ര സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും അവര് ഒരിക്കലും മറക്കപ്പെടൂല. അവര് ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിന്റെ നാവുകളിൽ, ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരുടെ നാവുകളിലൂടെ മജ്ലിസുന്നൂറായി, ബദരിയത്തായി, അതുപോലെ ബദർ മൗലിദായി, പരിശുദ്ധ റമളാൻ മാസത്തിന്റെ 17ാമത്തെ രാവിലെ സുന്ദരമായ പള്ളികളെ ബദരീങ്ങളെ പറ്റി പറഞ്ഞും പ്രസംഗിച്ചും പാടിയും പുകഴ്ത്തിയും വാഴ്ത്തിയും അള്ളാന്റെ ബദരീങ്ങൾ എക്കാലവും സ്മരിക്കപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? ബിൽ യഖീൻ. അവർക്കുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ ദൃഢതയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ഉമ്മത്തിന്റെ ആദ്യകാലക്കാർക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ക്വാളിറ്റി യഖീൻ. ഇന്ന് നമുക്കെന്നതുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ ജീവിതത്തിൽ ഈ യഖീൻ ഉണ്ടോ? ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആനിൽ യഖീൻ എന്ന് പറയുന്നത് 3 കാറ്റഗറിയായി അള്ളാഹുവിന്റെ ഖുർആൻ തിരിച്ചിട്ടുണ്ട്. ശ്രദ്ധയോടെ കേട്ടിരിക്കും. എനിക്ക് ഇടയ്ക്ക് വിശദീകരിക്കാനുള്ള സമയമില്ല. എനിക്ക് 12:15 ട്രെയിനാണ് കാസർഗോഡ് നിന്ന്. അവ കാസർഗോഡ് വരെ ഇവിടെ നിന്ന് ഓടിയെത്തണം. അതിനുള്ള ടൈമും വേണം. അതുകൊണ്ട് ഞാൻ ഒരു നോൺ സ്റ്റോപ്പ് വയലായിട്ട് അങ്ങ് പോകും. എന്റെ കൂടെ വരണം നിങ്ങൾ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. യഖീൻ എന്ന ഖുർആൻ പറഞ്ഞത് 3 കാര്യങ്ങൾക്കാണ്. 3 സ്ഥലത്ത് യഖീൻ എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. ശ്രദ്ധയോടെ കേൾക്ക്. ഒരാളുടെ കയ്യിൽ ഒരാളൊരു തേൻ, ആ തേനിന്റെ മധുരം, അതിന്റെ രുചി, ആ തേനിന് ഇത്ര രുചിയുണ്ട്, ഇന്ന രീതിയിലാണ് അതിന്റെ മധുരം, ഇതൊക്കെ വർണ്ണിച്ചു കൊടുക്കാൻ. തേൻ ഇങ്ങനെയാണ്, തേനീച്ചയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അവന് തേനിനെ പറ്റിയിട്ട് ഒരു അറിവുണ്ടായിരിക്കും. അല്ലേ? തേൻ കുടിച്ചാൽ മധുരമാണ്, തേൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തേനീച്ചയിൽ നിന്നാണ്, ഇതൊക്കെ നമുക്ക് അറിയുള്ള കാര്യമാണല്ലോ. ഇനി രണ്ടാമത്, ആ തേൻ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന ഒരാൾ കാണിക്കാൻ, ഇതാണ് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ തേൻ, നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അത് നമ്മൾ നന്നായിട്ട് കണ്ടു. അപ്പോഴും പൂർണ്ണമായിട്ടില്ല. അത് സമ്പൂർണമാകണമെങ്കിൽ ആ തേൻ ഒരു തുള്ളി എടുത്തിട്ട് നമ്മുടെ നാവിലേക്ക് നമ്മൾ വെക്കണം.
ആ മധുരം, ആ തേനിന്റെ മാധുര്യം നമ്മൾ ആവോളം നുകരുമ്പോഴാണ് ആ തേൻ എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. നമ്മളൊക്കെ ഇപ്പോഴും ഖബറിന്റെ വിഷയത്തിലും നരകത്തിന്റെ വിഷയത്തിലും സ്വർഗത്തിന്റെ വിഷയത്തിലും മഹ്ശറയുടെ വിഷയത്തിലും സിറാത്തിന്റെ വിഷയത്തിലും മീസാന്റെ വിഷയത്തിലും ഒക്കെ ആദ്യം പറഞ്ഞ അവസ്ഥയിലാ. ഏതവസ്ഥയിലാ? മീസാനുണ്ട്, സിറാത്തുണ്ട്, ഖബറുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇതൊക്കെ നമ്മൾ പല പ്രസംഗങ്ങളിലും കേട്ടിട്ടുണ്ട്, പല കിതാബുകളിലും പഠിച്ചിട്ടുണ്ട്, പല പുസ്തകങ്ങളിലും വായിച്ചിട്ടുണ്ട്, പലരിൽ നിന്ന് നമ്മൾ രാപ്രസംഗങ്ങളിലായി കേട്ടിട്ടുണ്ട്, മദ്രസകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു അറിവിനപ്പുറത്ത് നമ്മൾ സ്വർഗം കണ്ടോ? നമ്മൾ നരകം കണ്ടോ? നമ്മൾ ഖബർ കണ്ടോ? നമ്മൾ സിറാത്ത് കണ്ടോ? നമ്മൾ ആരെങ്കിലും മീസാൻ കണ്ടോ? നമ്മൾ ആരെങ്കിലും ഹൗദുൽ കൗസർ കണ്ടോ? ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കാണാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവസാനം ഞാൻ പറഞ്ഞ ആ രുചി നമുക്ക് ഇതുവരെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഖബറിൽ പോയാലല്ലേ ഖബർ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ, സ്വർഗത്തിൽ പോയാലല്ലേ സ്വർഗം എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, നരകത്തിൽ പോയാലല്ലേ നരകം എന്തെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് മൂന്നും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. ഒരു വസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ള അറിവ്, ഇപ്പോ സ്വർഗം അല്ലെങ്കിൽ നരകം, സ്വർഗത്തിൽ 8 കവാടമുണ്ട്, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്, സ്വർഗത്തിന് 100 തട്ടുകളുണ്ട്, സ്വർഗത്തിൽ ഹൂറിമാരുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോ ഇത് നമുക്കൊരു അറിവാണ്. ഇതിന് പറയുന്നത് ഇൽമുൽ യഖീൻ എന്നാണ്. യഖീൻ തന്നെയാണ്, പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ഇൽമാണ്, അറിവാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു തകാസുർ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. അത് ഇതിനെ പറ്റി പറഞ്ഞതാണ്. ഒരു അറിവ് മാത്രമേ നമുക്കുള്ളൂ. ഇനി രണ്ടാമത്, നരകത്തിന്റെ മുന്നിൽ നമ്മൾ ചെന്നു. നരകത്തെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ, സ്വർഗത്തെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ. ആ കാഴ്ച വിശുദ്ധ ഖുർആൻ അതേ അധ്യായം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ണുകൊണ്ട് അതിനെ കാണും. അതിനാണ് ഐനുൽ യഖീൻ. തേൻ നമ്മുടെ മുന്നിൽ കൊണ്ട് വെച്ചിരുന്നത് പോലെ. പക്ഷേ പൂർണ്ണമാകണമെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അല്ല കാക്കട്ടെ. അല്ലെങ്കിൽ നരകത്തിൽ നമ്മൾ പ്രവേശിക്കണം. അല്ല കാക്കട്ടെ. സ്വർഗത്തിന്റെ അവകാശികളാക്കി അള്ളാഹു നമ്മളെ മാറ്റട്ടെ. സ്വർഗാവകാശികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നരകത്തിന്റെ ബീഭത്സതയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വർഗത്തിലോ നരകത്തിലോ രണ്ടാമതൊരു സ്ഥലത്തേ പോവുള്ളൂ. ആ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ സൂറത്തുൽ വാഖിയ പറഞ്ഞു, ഇന്ന ഹാദാ ലഹുവ ഹഖുൽ യഖീൻ. ആ സ്വർഗത്തിലോ നരകത്തിലോ നമ്മൾ ചെന്ന് വീഴുമ്പോൾ, ഇവിടെ പറഞ്ഞത് നരകത്തിന്റെ വിഷയമാണ്. ഇന്ന ഹാദാ ലഹുവ ഹഖുൽ യഖീൻ. നരകത്തിന്റെ ഭീകരതയിൽ നീ വെന്തുരുകുമ്പോ പൊന്നുമോനെ, ഇന്ന ഹാദാ ലഹുവ ഹഖുൽ യഖീൻ. യഖീനിനെ ഹഖായിട്ട് നീ മനസ്സിലാക്കുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അവസാനം പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെയില്ല. ആദ്യം പറഞ്ഞ വിഭാഗത്തിലാ നമ്മളുള്ളത്. ഇന്ന് നമ്മൾ സ്വർഗത്തിന്റെ കഥ പറയുമ്പോ മനോഹരമായ സ്വർഗത്തിനെ പറ്റി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ ആ സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. നരകത്തിന്റെ കാര്യം പറയുമ്പോ പറയുന്നയാള് കരയും, കേൾക്കുന്നവരും കരയും. പക്ഷേ ആ നരകത്തിൽ നമ്മൾ വീണുപോയാലുള്ളതിനെ പറ്റി ചിന്തിക്കാൻ എന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. മുൻഗാമികളായ സഹാബത്തിന്റെ വ്യത്യാസം അങ്ങനെയാണ്. അവരുടെ ഇൽമുൽ യഖീനായിരുന്നില്ല, അവർ ഐനുൽ യഖീനായിരുന്നില്ല. അവർക്ക് ഹഖുൽ യഖീൻ തന്നെയാ. അവർ സ്വർഗത്തിൽ പോയിട്ടില്ലെങ്കിൽ പോലും അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗത്തെ പറ്റി വാനോളം പുകഴ്ത്തുമ്പോ, സ്വർഗത്തിന്റെ മഹാത്മ്യത്തെ പറ്റിയിട്ട് വിശദീകരിച്ചു കൊടുക്കുമ്പോ ഓരോ സഹാബാക്കളും അവർ സ്വർഗത്തിനകത്താണോ ഇരിക്കുന്നതെന്ന് ചിന്തിച്ചു പോകുമത്രേ. അവരാ സ്വർഗത്തിന്റെ അനുഭൂതിയിലേക്ക് അവരങ്ങ് മുങ്ങിത്താഴുകയാണ്. നരകത്തിനെ പറ്റി പറയുമ്പോ ആ നരകത്തിന്റെ ഉള്ളറകളിൽ ചെന്ന് വീണുപോയോ എന്ന് പേടിച്ചുകൊണ്ട് അവരുടെ ശരീരം വെന്തുരുകുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് ഹാരിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയേ, ഞാൻ പെട്ടെന്ന് സ്വർഗത്തിലാണെന്ന് ചിന്തിച്ചു പോയി. അങ്ങനെ ചിന്തിച്ചപ്പോൾ യുനഅമു, എനിക്ക് അതിനകത്ത് വല്ലാത്ത സൽക്കാരം കിട്ടിയതായിട്ട് അനുഭവപ്പെടുകയാ. പിന്നെ ഞാൻ നരകത്തിലാണെന്ന് ചിന്തിച്ചപ്പോ യുഅദബു,
ആ നരകത്തിലെ ഭീകരമായ ശിക്ഷ എന്നെ തേടിയെത്തുന്നത് പോലെ തോന്നി റസൂലേ. ഇത് പറഞ്ഞ പോലെ ഹാരിസ് ബിൻ മാലിക് തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്തെന്നറിയോ? ഹാരിസാ, നീ ദൃഢമായ വിശ്വാസത്തിൽ തന്നെ. അതാണ് സഹോദരങ്ങളെ യഖീൻ എന്ന് പറയുന്നത്. കഴിയുമോ കാസർഗോഡ് ജില്ലക്കാരാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ച സഹാബിയാണ്. അറിയോ? റുഖയ്യ എന്നും ഉമ്മു കുൽസൂം എന്നും പേരുള്ള രണ്ട് പൊന്നുമക്കളെ ജീവിതത്തിൽ കല്യാണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സഹാബിയാണ്. മൂന്നാമത്തെ ഖലീഫയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഉസ്മാൻ തങ്ങളുടെ ചരിത്രമാണ്. ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിലെ പ്രവാചകന്റെ കൂട്ടുകാരനാണ്. അവിടെന്ന് പറഞ്ഞല്ലോ, ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന വ റഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ. എല്ലാ നബിമാർക്കും സ്വർഗ്ഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്, ഫ്രണ്ട് ഉണ്ട്. ഓരോരുത്തർക്കും ഇന്നും ഒരു ചങ്ക് ബ്രോ ഉണ്ടല്ലോ. എന്നാ റസൂൽ പറയാണില്ല, നബിമാർക്കും ഉണ്ട് ഓരോ സുഹൃത്തുക്കള്. ഓരോ സുഹൃത്തുക്കൾ ഓരോ നബിമാർക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എന്റെ കൂട്ടുകാരനാരെന്നറിയോ? സന്തോഷ സന്താപ സമ്മിശ്രമായ ജീവിതത്തിന്റെ വഴിത്താരകൾ എന്റെ കൂടെ നടന്ന സിദ്ദീഖുൽ അക്ബർ അല്ല. ഊരി പിടിച്ച വാളുമായി എന്നെ കൊല്ലാൻ വേണ്ടി വന്നിട്ട് അള്ളാന്റെ ദീനിനെ ശക്തിപ്പെടുത്തിയ ഉമറല്ല. എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമത്ത് സഹ്റയെ കല്യാണം കഴിച്ച, എന്നെ കൊണ്ട് 10ാമത്തെ വയസ്സിൽ വിശ്വസിച്ച എന്റെ പൊന്നാര അലിയല്ല സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരൻ. പിന്നെ ആരെന്നറിയോ? സഹോദരങ്ങളെ, പ്രവാചകന് കൂട്ടുകാർ സ്വർഗത്തിൽ അല്ലാഹു കൊടുക്കുന്നത് എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാനാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഉസ്മാൻ തങ്ങളുണ്ടല്ലോ. ഞാൻ ചോദിക്കുകയാ, നിങ്ങൾ എവിടെയാണ് വാള കേൾക്കാനിരിക്കുന്നത്? നിങ്ങളിപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കിഴക്കോട്ട് തിരിഞ്ഞാണിരിക്കുന്നത്. നിങ്ങളുടെ വലതുഭാഗത്ത് പരിശുദ്ധമായ പള്ളിയാണ്. ഈ സാന്ത്വാടി പള്ളിയാണ് നിങ്ങളുടെ വലതുഭാഗത്തുള്ളത്. ഈ ഇടതുഭാഗത്ത് നിങ്ങൾക്ക് എന്താണെന്നറിയോ? നിങ്ങളുടെ ഇടതുഭാഗത്ത് എന്താ? ഒരു നിമിഷം നിങ്ങൾ നോക്ക്, ഇവിടെ എത്രയോ മീസാൻ കല്ലുകളുണ്ട്. ഏതെല്ലാം പേരുകളാണ് കൊത്തിവെച്ചിട്ടുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇന്നലകളിൽ നിങ്ങളെ പോലെ കസേരയിൽ ഇരുന്ന് വാഴ കേട്ടവരാണ് ഈ കിടക്കുന്നത്. ഈ ഖബർ കണ്ടിട്ട് ആർക്കെങ്കിലും ഈ സമയം വരെ ഒന്ന് രോമാഞ്ചം വന്നിട്ടുണ്ടോ? ആരുടെയെങ്കിലും ഹൃദയമൊന്ന് പിടച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും കൽബൊന്ന് പതറിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഉസ്മാൻ തങ്ങളുടെ മുമ്പിൽ ഖബറെന്നെങ്ങാനും ആരെങ്കിലും പറഞ്ഞ, ഖബർ എന്ന് ഉസ്മാൻ തങ്ങളുടെ മുന്നിലെങ്ങാനും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞ, കുഞ്ഞുങ്ങളെ പോലെ കരഞ്ഞ് 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 ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഏങ്ങി ഏങ്ങി കരയുമായിരുന്നു. എന്തുകൊണ്ടാണ്? സാന്ത്വാടിയിലെ പത്വാടിയിലെ ഈ ഉപ്പളയിലെ കാസർഗോഡ് ജില്ലയിലെ നിങ്ങൾക്കും എനിക്കും ഈ ഖബർ എന്ന് പറയുമ്പോ ഇപ്പോഴുമുള്ളത് ഇൽമുൽ യഖീനാണ്. ഇപ്പോഴുമുള്ളത് പഠിച്ച അറിവുകളാണ്. ഈ ഖബറിന്റെ അടി 6 അടി മണ്ണിനടിയില് ഭൗതിക ശരീരമുണ്ട്. 3 വെള്ള തുണി മാത്രമാണ് അവർക്ക് പോയപ്പോൾ ഉപകാരപ്പെട്ടത്. എന്നിട്ട് അവര് വലതുഭാഗത്തിന്റെ മേലെ ചരിച്ച് കിടത്തി. അവരുടെ തല വരുന്നത് വടക്ക് ഭാഗത്താണ്, കാല് വരുന്നത് തെക്കു ഭാഗത്താണ്, അവരുടെ മുതുക് വരുന്നത് കിഴക്കാണ്, അവരുടെ നെഞ്ചുമുഖം വരുന്നത് പടിഞ്ഞാറാണ്. ആ നിലയിൽ അവരെ ചരിച്ച് കിടത്തി. നമ്മൾ അവിടെ നിന്ന് 3 പിടി മണ്ണ് വാരിയിട്ട് മടങ്ങി പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുങ്കർ നക്കീർ എന്ന മലക്കുകൾ വന്ന് അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് നല്ലവനാണെങ്കിൽ പെട്ടെന്ന് മറുപടി കൊടുക്കുന്നു. ആ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അവനോട് പറയുന്നു, ഒരു പുതിയാപ്പിള ഉറങ്ങും പോലെ ഖബറിനകത്ത് കിടന്ന് ഉറങ്ങിക്കോ. പുതിയാപ്പിള ഉറങ്ങും പോലെ ഖബറിനകത്ത് കിടന്ന് ഉറങ്ങിക്കോ. മലക്കുകൾ പറഞ്ഞിട്ട് ഈ മീസാൻ കല്ലുകളിൽ എത്രയോ മീസാൻ കല്ലുകളോട് അങ്ങനെ പുതുമാറനെ പോലെ ഉറങ്ങാൻ പറഞ്ഞിട്ട് പോയ മലക്കുകൾ അവരിതിനകത്ത് പുതിയാപ്പിളയെ പോലെ ഉറങ്ങുകയാ. എന്താ പുതിയാപ്പിളയെ പോലെ ഉറങ്ങാൻ പറഞ്ഞത്? എന്താ കാര്യം അറിയോ? എന്താ കാര്യം? പുതിയാപ്പിളയെ പോലെ ഉറങ്ങാൻ. എന്തുകൊണ്ട് അമ്മോശനെ പോലെ ഉറങ്ങാൻ പറഞ്ഞില്ല?
നമ്മൾ ഇപ്പോഴും കരുതുന്നത് പെണ്ണ് കെട്ടിയ തലയിലായെന്നല്ലേ? അല്ലേ? അമ്മായിയപ്പനോ പെണ്ണിന്റെ വാപ്പാക്കോ സന്തോഷമായി, അല്ലാ ജീവിച്ചിരിക്കുമ്പോ നല്ലൊരു മാരനെ കണ്ടെത്തി എന്റെ മോളെ ഏൽപ്പിക്കാൻ പറ്റി. ഏറ്റവും വലിയ സന്തോഷം പുതിയ പെണ്ണിന്റെ വാപ്പാക്കല്ലേ? പുതിയാപ്പിളയ്ക്ക് അതോടുകൂടി അവന്റെ എല്ലാ കാര്യങ്ങളും ബ്ലോക്കായില്ലേ? ലുസൂമു മഗ്രിൻ സുറൂറു ഷഹ്രിൻ ഹുമൂമു ദഹ്രിൻ. അതാണ് നിക്കാഹ്. ലുസൂമു മഗ്രിൻ സുറൂറു ഷഹ്രിൻ ഹുമൂമു ദഹ്രിൻ. അതാണ് നിക്കാഹ്. ഇത് ഹദീസൊന്നും അല്ല, രസകരമായൊരു കാര്യമാണ്. മഹർ നിർബന്ധമാകുന്ന, 1 മന്ത് ഹാപ്പി ആകുന്ന, കാലാകാലം സങ്കടമാകുന്ന ഒന്നാണ് കല്യാണം. ഇത്ര മാത്രം കട്ട് ചെയ്തിട്ട് ഇനി നിരീശ്വരവാദികൾക്ക് നല്ല ഒരു വടി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ കുനിഞ്ഞു നിന്ന് കൊടുക്കുക അടിക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും അവർക്ക് ജോലി വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയാപ്പിള ഉറങ്ങും പോലെ ഉറങ്ങാൻ പറയാൻ കാരണം എന്തെന്നറിയോ? നമ്മുടെ വീട്ടിൽ, മോളെ കെട്ടിച്ച വീട്ടില് പുതിയാപ്പിള കിടക്കുന്ന റൂമിനകത്ത് ആരാണ് കയറുന്നത്? പറ. നിങ്ങളെ മോളെ കെട്ടിച്ച പാരാ കയറിയത്? നെല്ലിക്കട്ട താജുദ്ദീൻ സാഹിബ്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഭയങ്കര കോടീശ്വരനൊന്നുമല്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, കോടീശ്വരന്മാരെടുത്ത് നമ്മൾ കൂടുന്നു. ഒരു പച്ച പാവമാണ് ഞാൻ. കാസർഗോഡ് ജില്ലയിൽ എവിടെ വന്നാലും വണ്ടിയും കൊണ്ട് ഓടി വരും, എന്നെ എടുത്ത് നേരെ കൊണ്ടുപോകും. കിടക്കാൻ സൗകര്യം, അൽഹംദുലില്ലാ. ഭക്ഷണം അത് കഴിഞ്ഞിട്ട് വാഴലിന്റെ സദസ്സിൽ വരും. എന്നിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് യാത്രയാക്കിയിട്ട് വീട്ടിൽ പോകും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഉമ്മയും ഉപ്പയും ഖബറിലാണ്. അള്ളാഹു രണ്ടുപേർക്കും ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പുതിയാപ്പിള വീട്ടിനകത്ത് റൂമിനകത്ത് കിടന്നുറങ്ങുമ്പോ ആ പുതിയാപ്പിളയെ പുതിയ പെണ്ണിന്റെ വാപ്പ വിളിക്കൂല, പുതിയ പെണ്ണിന്റെ ഉമ്മ വിളിക്കൂല. പുതിയാപ്പിളയുടെ കൂട്ടുകാർക്ക് പോലും മണിയറയിൽ കയറാൻ സ്വാതന്ത്ര്യമില്ല. ചിലപ്പോ പലിശക്കെടുത്തിട്ടായിരിക്കും പെണ്ണ് കെട്ടിയത്. പലിശക്കാരും വീട്ടിന്റെ പുറത്തുനിന്ന് നിൽക്കുകയുള്ളൂ, അകത്തോട്ട് കയറാൻ അവർക്കും അവകാശമില്ല. അപ്പൊ ഇതിനകത്ത് കയറുന്ന ഒരേ ഒരാളെ ഉള്ളൂ. അതാരാ? അവന്റെ കെട്ടിയോള്. മണിയറയ്ക്കകത്ത് ധൈര്യമായിട്ട് കടന്നു ചെല്ലാൻ കഴിയുന്നത് പുതിയ പെണ്ണിനാണ്. എന്ന് പറഞ്ഞാൽ അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന, അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന, അവൻ കാണുമ്പോൾ അവന് ഇമ്പം തോന്നുന്ന, നോക്കുമ്പോൾ അവന് സന്തോഷം വരുന്ന, അവന്റെ ഹൃദയത്തിന് വലിയ മാറ്റമുണ്ടാക്കിയ, ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഏതൊന്നിനോടാണോ വികാരമുള്ളത് ആ ഒരു സംഗതി തന്റെ വീട്ടിലേക്ക്, റൂമിലേക്ക് കയറി വരും. അതുപോലെ ഇവിടെ കിടക്കുന്ന ഓരോ മയ്യത്തുകളെടുത്തും മലക്കുകൾ പറഞ്ഞിട്ട് പോയി, കിടന്നുറങ്ങിക്കോ, പുതിയാപ്പിള ഉറങ്ങും പോലെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഇനി അവരിഷ്ടപ്പെടുന്ന ആളെ അവരെ ഉണർത്തുള്ളൂ. അതാരെന്നറിയോ? അതാരാ? അതൊക്കെ പഠിക്കണം. നല്ല സുന്ദരനായൊരു ചെറുപ്പക്കാരൻ, നല്ല കാണാൻ മുഞ്ചുള്ള ചെറുപ്പക്കാരൻ, വല്ലാത്ത മണമാണ്. അവൻ അടുത്തെത്തുമ്പോ ഇത്രയും സൗന്ദര്യം അവന്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. നല്ല വെളുത്ത ശരീരം, കറുത്ത തലമുടി, നല്ല ഒത്ത പൊക്കം, നല്ല ശരീരം, നല്ല ആകാര വടിവ്, നല്ല ആകാര സൗഷ്ഠവം, നല്ല മൊഞ്ചനായ ഒരു ചെറുപ്പക്കാരൻ ഖബറിലേക്ക് വരും മലക്കുകൾ പോയ ശേഷം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഈ കിടക്കുന്ന ഇത് ഉള്ള കാര്യമാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടാ? എന്നാ പിന്നെ മരിച്ച് മാഴ്സറ നമുക്ക് കാണാം, ഡേറ്റ് ഒക്കെ എഴുതി വെച്ചോളി. അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ നിങ്ങളെ വിളിച്ചോണ്ടൊന്ന് ഈ ഖബറ് കുത്തിയാൽ അതിനകത്ത് തുണിയും കാണൂല, മയ്യത്തും കാണൂല, ഇട്ട പലകയും കാണൂല, ഒന്നും കാണൂല എന്ന് വെച്ചിട്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ മോമിനീങ്ങളെന്ന് പറയുന്നത്. ഈ മയ്യത്തിന്റെ അടുത്ത് വന്നിട്ട് പറയും, എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്, ഇതൊക്കെ നിനക്ക് അള്ള തന്നതാ. ഈ മലക്കുകൾ ഉറക്കി കിടത്തിയിട്ട് പോയ ഈ മനുഷ്യനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് അവനോട് പറയും, നീ അനുഷ്ഠിച്ച മുഴുവൻ അനുഷ്ഠാനങ്ങൾക്കും അള്ള തന്ന ഗിഫ്റ്റാ, അവൻ തന്ന സമ്മാനമാണിത്, അതുകൊണ്ട് അനുഭവിച്ചോ, സന്തോഷത്തോടെ നീ സ്വീകരിച്ചോ. അപ്പൊ നമ്മൾ അത്ഭുതത്തോടെ ചോദിക്കും, മൻ അന്ത, നീ ആരാ? ഇത് ഹദീസാണ്, ഇത് സ്വഹീഹായ ഹദീസാണ്. ലോകത്ത് തബ്ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും സുന്നിയും സർവരും അംഗീകരിക്കുന്ന ഹദീസാണിത്. അതിനെ കൊണ്ടല്ലോ ഇപ്പോ. അപ്പൊ ഈ ഹദീസിൽ അള്ളാന്റെ റസൂല് പറയാണ്, ഈ മനുഷ്യൻ ഈ ഖബറാളിയോട് പറയും, അള്ളാഹു നിനക്ക് തന്ന സൗഭാഗ്യങ്ങളുടെ കലവറയാണ് മോനെ, സുഖിച്ചോ, സന്തോഷിച്ചോ.
ആ സമയത്ത് നമ്മൾ ചോദിക്കും അത്രേ, ഈ മയ്യത്ത് ചോദിക്കും, മന്നന്ത, നീ ആരാണ്? അപ്പൊ ഈ വന്ന ആളിനെ പരിചയപ്പെടുത്തുന്ന ആരാന്നറിയോ? അന അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ ജീവിതത്തിന്റെ സുഹൃതങ്ങളാണ്. നമ്മൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, പള്ളിക്ക് ഒരു പാക്കറ്റ് സിമന്റ്, ഇന്റർലോക്ക്, പിന്നെ 100 സ്ക്വയർ ഫീറ്റ് ചുറ്റുമതിലിന് കല്ല്, ഇതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇതിനൊക്കെ അല്ലാഹു തആല ഒരു മനുഷ്യന്റെ സൗന്ദര്യത്തിലേക്ക് ഇതിനെ ആക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്ത് സൽക്കർമ്മം ചെയ്യോ അത്രയും ഈ വരുന്ന ആൾക്ക് സൽക്കർമ്മമാകുന്ന ആ മനുഷ്യകോലത്തിന് സൗന്ദര്യം കൂട്ടി 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 അല്ല കൊടുക്കൂ. അപ്പൊ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യത്തോടുകൂടി ഖബറിലേക്ക് വരുന്ന ആ മനുഷ്യൻ പറയും, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്. എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ഇതിനപ്പുറം എന്ത് സന്തോഷമാണ്. നമ്മുടെ മൗലിയാക്കന്മാരൊക്കെ ഖബറെന്ന് കേട്ട ഖബർ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനെയും പിരിക്കാൻ വേണ്ടിയിട്ട് പേടിപ്പിച്ചു വെച്ചിരിക്കുക. ഖബർ പോലെ സുഖമുള്ളത് ലോകത്ത് ഒരു സ്ഥലവും ഇല്ല സഹോദരങ്ങളെ. ആരുടെയും ശല്യമില്ല. ചെയ്തതിനൊക്കെ അള്ളാഹു തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ അനുഭൂതിയിൽ ആറാടി കിടക്കുക ഖബറെന്ന് പറഞ്ഞാൽ. അള്ളാഹു അങ്ങനത്തെ ഖബറാക്കി തരട്ടെ നമ്മുടെ ഖബറുകളെ. സഹോദരങ്ങളെ, ഇതല്ലാതെ നമുക്ക് വേറെ എന്തറിയാം? ഉസ്മാൻ തങ്ങളുടെ മുമ്പിൽ ഖബറെന്നങ്ങോട്ട് പറഞ്ഞാൽ അപ്പോഴേ കരച്ചിൽ തുടങ്ങും. എന്താ കാര്യം എന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഞാൻ ഖബറിനകത്ത് ഒറ്റയ്ക്ക് കിടക്കുന്നത് പോലെ എനിക്ക് തോന്നുക. നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? സ്വർഗത്തെ പറ്റി പറഞ്ഞാൽ നമുക്ക് ഇന്ന് വരെ സ്വർഗത്തിലാണ് നമ്മൾ ഉള്ളതെന്ന് തോന്നിയിട്ടുണ്ടോ? നരകത്തിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ നരകത്തിൽ പോകേണ്ടി വരുമെന്ന് ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾക്ക് എല്ലാം അറിയാം. ഖബറിൽ ആരാ വരുന്നത്, അതാണ്, ഇതാണ്, ആനാണ്, ചേനാണ്, എല്ലാം അറിയാം. കാരണം എന്താ? ഇൽമുൽ യഖീൻ മാത്രമേ നമുക്കുള്ളൂ. സഹാബത്തിനുണ്ടായിരുന്നത് ഹഖ്ഖുൽ യഖീനാണ്. അതാണ് അവർക്ക് ഇത്രയും വലിയ മഹത്വം അല്ലാഹു തആല കൊടുത്തത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു വൈകല്യമുള്ള ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ സഹാബിയുടെ പേര് അംർ ബിനുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹുവാണ്. അംർ ബിനുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ അല്ലാഹു തന്റെ കാലിനൊരു വൈകല്യം കൊടുത്തു, ഒരു ചെറിയ മുടന്ത് കൊടുത്തു, ഒരു ചെറിയ വികലാംഗനാണ് അംർ ബിനുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു. പക്ഷേ അദ്ദേഹത്തിന് ജീവിതത്തിൽ അല്ലാഹു നൽകിയ 4 സന്താനങ്ങളുണ്ട്. 4 സന്താനങ്ങളും അല്ലാഹുവിന്റെ ദീനിന്റെ പോരാളികളാ. പല പ്രാവശ്യം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിയാകണമെന്ന് അംർ ബിനുൽ ജമൂഹ് തങ്ങൾ കൊതിക്കുകയാണ്. പക്ഷേ വികലാംഗനായതുകൊണ്ട്, വൈകല്യമുള്ളത് കൊണ്ട് റസൂലുള്ള അനുവാദം കൊടുക്കുന്നില്ല. അതിന് കാരണമുണ്ട്, നിങ്ങൾക്ക് ഉദുറുണ്ട്, യുദ്ധത്തിന് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി മാറ്റി വിട്ടതാ. അവസാന ഉഹദിന്റെ സമയമെത്തുമ്പോൾ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുന്നിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, എനിക്ക് അനുവാദം തരണം. എന്റെ 4 മക്കൾ മാത്രം ഷഹീദായാ പോരാ. ഷഹീദുമാരുടെ വാപ്പ എന്ന് പരലോകത്ത് അറിയപ്പെടാനല്ല എനിക്ക് ആഗ്രഹമുള്ളത്, പിന്നെയോ ഈ ഷഹീദായ അംർ ബിനുൽ ജമൂഹ് എന്നറിയപ്പെടാനാ എനിക്ക് മോഹമുള്ളത്. രക്തസാക്ഷികളുടെ വാപ്പ എന്ന പദവിയേക്കാൾ ഒരു രക്തസാക്ഷി എന്ന പദവിയാണ് എനിക്ക് വേണ്ടത് നബിയേ. അതുകൊണ്ട് അനുവാദം തരണേ റസൂലേ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അവസാനം നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അനുവാദം കൊടുക്കുകയാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് വരികയാ. മഹാനായ അംർ ബിനുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു ഉഹദിൽ വന്ന് പോരാട്ടത്തിന്റെ പാതയിൽ ഇറങ്ങുകയാ. സഹോദരങ്ങളെ, ചിന്തിക്കണേ, വൈകല്യമുള്ള ആളാ. കാൽ ചുവടുകൾ എങ്ങനെയാണ് വെക്കുക, എങ്ങനെയാണ് ചുവടുകൾ മാറ്റി വെക്കുക, എങ്ങനെയാണ് കാല് മുന്നോട്ട് വെച്ചിട്ട് വാളുകൊണ്ട് ശത്രുവിന്റെ കഴുത്തിലേക്ക് വെട്ടുക, എങ്ങനെയാണ് ശത്രുവിന്റെ വെട്ട് വന്നാൽ പരിച കൊണ്ട് തടുക്കുക. 2 കാലുള്ളവർക്ക് പോലെ യുദ്ധത്തിൽ രണാങ്കണത്തില് അവർക്ക് വലിയ ഭീതി ഉണ്ടാകുന്ന സന്ദർഭമല്ലേ. അവിടെ എങ്ങനെയാണ് അംർ ബിനുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു യുദ്ധം ചെയ്യുന്നത്? മക്കൾക്കും ആശങ്ക തന്നെ. എല്ലാവരെയും നോക്കി നിർത്തിക്കൊണ്ട് അംർ ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ ഇറങ്ങലാണ് ഉഹദിലേക്ക് ഇറങ്ങിയിട്ട്, അല്ലാഹുവേ, സ്വർഗം തരണേ അല്ലാഹ്, ഇന്നി മുഷ്താഖുൻ ഇലൽ ജന്ന,
എനിക്ക് സ്വർഗമാണ് വേണ്ടതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഓരോ ചുവടുകൾ വെച്ച് മുന്നേറി ശത്രുക്കളുടെ കോട്ടകൊട്ടളങ്ങളിലേക്ക് നടന്നെടുക്കുകയാ. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, വാളുകൾ പരിചകൾ തമ്മിൽ മുട്ടുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ. ഉഹുദ് മുഴുവനും പൊടിപടലങ്ങൾ പാറി നിൽക്കുകയാ. എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. ആ സമയത്തതാ ധീരനായ അംർ ബിൻ ജമൂഹിന് ശത്രുക്കളിൽ നിന്ന് ഒരാളുടെ വെട്ടേറ്റുകൊണ്ട് രണാങ്കണത്തിൽ കിടന്ന് പെടയുകയാ. അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു രണാങ്കണത്തിൽ കിടന്ന് പെടയുകയാ. യുദ്ധം കുറെ നേരം കഴിഞ്ഞപ്പോൾ പര്യവസാനിച്ചു. ഞാൻ ചുരുക്കി പറയുകയാ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്ന് ഓരോ മയ്യത്തുകളെയും പരിശോധിക്കുമ്പോൾ അവര് കബന്ധങ്ങളായ സഹാബത്തിന്റെ ശവശരീരങ്ങളെ, മൃതശരീരങ്ങളെ, ജനാസകളെ നോക്കുമ്പോൾ അതാ അംർ ബിൻ ജമൂഹിന്റെ ശരീരം കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുന്നത് അദ്ദേഹത്തിന്റെ വെട്ടുകൊണ്ട ഭാഗത്തേക്കല്ല, വൈകല്യമുള്ള കാലിലേക്ക് നോക്കുകയാ. എന്നിട്ട് അംർ ബിൻ ജമൂഹിന്റെ വികലാംഗനായ അംർ ബിൻ ജമൂഹിന്റെ വൈകല്യമുള്ള കാലിലേക്ക് നോക്കിയിട്ട് റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? ഇന്നി അറാ യംശി സഹീഹാ. അംർ ബിൻ ജമൂഹ് സ്വർഗത്തിലൂടെ നല്ല കാൽച്ചുവട് വെച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് സഹബാ. ഇവിടെ വികലാംഗനാണ്, ഇവിടെ നടക്കാൻ കാലിലും ഉടമ്പുണ്ട്. പക്ഷെ ഞാൻ സ്വർഗത്തിൽ അംർ ബിൻ ജമൂഹിനെ കാണുന്നത് യംശി സഹീഹാ, നല്ല കാൽച്ചുവടുകൾ വെച്ചുകൊണ്ട് നടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് ഓടി വരികയാണ്. ആരെന്നറിയോ? അംർ ബിൻ ജമൂഹ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ. എന്തിനാ വരുന്നതെന്നറിയോ? പ്രിയപ്പെട്ട ഭർത്താവ് രക്തസാക്ഷിത്വം വരിച്ച പ്രിയപ്പെട്ടവന്റെ ജനാസ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വീട്ടിൽ ചെന്നിട്ട് പരിചരണം നടത്താൻ വേണ്ടിയിട്ടാണ്. ഒട്ടകം കൊണ്ട് നിർത്തിയിട്ട് ഒട്ടകക്കട്ടിലേക്ക് മയ്യത്തിനെടുത്ത് കിടത്തുകയാ. എന്നിട്ട് അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ ഒട്ടകത്തെ തെളിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോ ആ ഒട്ടകം എഴുന്നേക്കുന്നില്ല. ഉഹദിൽ നിന്ന് ഒട്ടകം എഴുന്നേക്കുന്നില്ല. പഠിച്ച പണി 18 നോക്കി രണാങ്കണത്തിൽ നിന്ന് ഉഹദിൽ നിന്ന് ആ ഒട്ടകം എഴുന്നേക്കുന്നില്ല. അവസാന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരൊക്കെ ശ്രമിച്ചിട്ടും എഴുന്നേക്കുന്നില്ല. അള്ളാന്റെ ഹബീബ് വന്ന് എഴുന്നേപ്പിച്ച പോലെ ഒട്ടകം എഴുന്നേക്കുകയാ. പക്ഷേ മദീനയിലെ വീട്ടിലേക്ക് നടക്കുന്നില്ല. അത് ഉഹദിൽ തന്നെ ഇങ്ങനെ ചുറ്റി നടക്കുകയാ. അവസാനം വീണ്ടും അത് മുട്ടുകുത്തുകയാണ്. ആ ജനാസയും കൊണ്ട് ഉഹദിൽ തന്നെ മുട്ടുകുത്തുകയാ. എല്ലാവരും സ്തബ്ധരായി നോക്കി നിൽക്കുമ്പോൾ പരിഭ്രമചിത്തരായി, വിഷാദ വിഷണ്ണരായി, വ്യാകുല വിഹുലരായി, സംഭീതരായി നിൽക്കുന്ന നിമിഷത്തില് മഹാനായ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുകയാ. അംർ ബിൻ ജമൂഹിന്റെ പ്രിയപ്പെട്ടവളോട് ചോദിച്ചു, ഈ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്തെങ്കിലും അവിടെ വെച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നോ? ആ സമയത്ത് ഭാര്യ പറഞ്ഞു, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഉഹദിലേക്ക് വരാൻ സമയമെടുത്തപ്പോ ഒളവ് ചെയ്തു 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് ഖിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നിട്ട് 2 കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ദുആ രക്കുകയാ. അല്ലാഹുവേ ഇർസുഖ്നി ഷഹാദ, അല്ലാഹുമ്മ ഇർസുഖ്നി ഷഹാദ, എനിക്ക് ഷഹാദത്ത് തരണേ അല്ലാ. വലാ തറുദ്ദനി ഇലാ അഹ്ലി, എന്റെ മയ്യത്ത് പോലും വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ അല്ലാ. എന്റെ മയ്യത്ത് പോലും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ തമ്പുരാനെ. എനിക്ക് നീ രക്തസാക്ഷിത്വം തരണേ എന്ന് ദുആ ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട അംർ ബിൻ ജമൂഹിന്റെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങൾ എന്തെല്ലാം ശ്രമം നടത്തിയാൽ ഈ മയ്യത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല. അല്ലാഹു അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിച്ചിരിക്കുകയാ. അതുകൊണ്ട് ഇവിടെ തന്നെ മറമാടാനേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ അംർ ബിൻ ജമൂഹ് തങ്ങളുടെ മയ്യത്ത്
ഖബറും അടക്കം ചെയ്യുകയാ. ഇന്നും ഹജ്ജിന് പോകുന്നവര്, ഉംറയ്ക്ക് പോകുന്നവര് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ നിന്ന് 5 കിലോമീറ്ററിന്റെ ചുറ്റളവിലുള്ള ഉഹദിന്റെ മൈരിക്കത്തില് ആ ജബൽ റുമാത്തിന്റെ താഴ്ഭാഗത്ത് ഹംസത്തുൽ കറാർ തങ്ങൾ അടക്കമുള്ളവരെ അടക്കം ചെയ്തിരിക്കുന്ന വളച്ചു കെട്ടിയ ഭാഗത്ത് അവിടെ ചെന്ന് നിൽക്കുമ്പോ ഒരു നിമിഷം നിങ്ങളെയും എന്റെയും മനസ്സിലേക്ക് വരേണ്ടത്, അള്ളാഹു ഉദ്റുകൾ കൊടുത്തിട്ട്, കാരണങ്ങൾ അള്ളാഹു കൊടുത്തിട്ട് പോലും, വൈകല്യമുണ്ടാകിട്ട് പോലും യുദ്ധത്തിന് വരാതിരിക്കാനുള്ള എല്ലാ ന്യായമായ കാരണങ്ങൾ ഉണ്ടാകിട്ട് പോലും ഇല്ല, എനിക്കതിന് കഴിയൂല, എന്റെ മക്കൾ മാത്രം രക്തസാക്ഷികളായാ പറ്റൂല, എനിക്കും അതിന്റെ കൂലി വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ ജനാസ പോലും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ട് പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് രണാങ്കണത്തിലേക്ക് വന്നിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതി രക്തസാക്ഷിത്വം വരിച്ച മഹാനായ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തകള് നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലൂടെ കടന്നു വരേണ്ടതുണ്ട്. നീ ചിന്തിക്കണേ സഹോദരങ്ങളെ, വൈകല്യം എന്ന് പറയുന്ന ഉദ്റുണ്ടായിട്ട് പോലും ഇല്ല, എനിക്കതിന് കഴിയില്ല എന്ന് ചിന്തിച്ച് ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അള്ളാഹു നൽകിയ ഈമാന്റെ യഖീൻ കൊണ്ട് ജീവിച്ച മുൻഗാമികളായ മഹത്തുക്കളുടെ മുമ്പില് സാധുക്കളായ നമ്മുടെ അവസ്ഥ എന്തെന്നറിയോ? ജീവിതത്തിൽ യഖീനില്ലാത്ത നമ്മളുടെ അവസ്ഥ എന്താ? പള്ളിയിൽ നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുമ്പോൾ കാരണം ഉണ്ടാക്കിയിട്ട് നമ്മൾ പള്ളിയിൽ പോകൂല. ചെറിയ ഒരു തലവേദന വന്നാ മതി, നമ്മൾ പള്ളിയിൽ പോകൂല. എന്റെ അവസ്ഥയെ പറയുന്നത് നിങ്ങളുടെ അവസ്ഥയാണ്, അല്ലാന്നാരും പറയണ്ട. പള്ളി മനോഹരമാണ്. സഹാബാക്കൾ നമ്മളിൽ നിന്ന് വ്യത്യാസം അവർക്ക് എന്താണ്? വൈകല്യങ്ങൾ, കാരണങ്ങൾ, ഉദ്റുകൾ ഉണ്ടായിട്ട് പോലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ വീട്ടിലിരിക്കും? എന്റെ 4 മക്കളും രക്തസാക്ഷികളായാൽ അവർക്കല്ലേ അതിന്റെ കൂലിയുള്ളൂ. നാളെ പടച്ചവന്റെ കോടതിയിൽ രക്തസാക്ഷികളുടെ പിതാവാണ് എന്ന പേരിനപ്പുറത്ത് രക്തസാക്ഷിയാണ് എന്നറിയാനാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ധീരമായി പോരാടി അംർ ബിൻ ജമൂഹിനുണ്ടായിരുന്നത് യഖീൻ. നമുക്കുള്ളതോ? ഒരു കാരണോ ഇല്ലെങ്കിൽ പോലും കാരണം കണ്ടെത്തിയിട്ട് നമ്മൾ പള്ളി പോകാതിരിക്കുക. പള്ളി കെട്ടിയിട്ടല്ലോ അത്ര മനോഹരമാണ്. ഞാൻ വേദിയിലേക്ക് വരുമ്പോ എന്നോട് ഉസ്താദും എല്ലാരും പറഞ്ഞു പള്ളി ഒന്ന് കാണാമെന്ന് പറഞ്ഞു. തങ്ങളുണ്ടായിരുന്നു. ഞാൻ പള്ളിയിൽ കയറിയിട്ട് പറഞ്ഞു ഒറ്റ കുറവേ ഞാൻ കാണുന്നുള്ളൂ, AC-യുടെ കുറവ്. അവൻ പറഞ്ഞു അത് ഇൻഷാ അല്ലാഹ് ഉടനെ വെക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം സംവിധാനിച്ച് വളരെ റാഹത്തായി വെക്കുമ്പോഴും കറവയില്ലാത്ത പശുവിനെ കണക്കാകരുത്. പശു നല്ല രസമാണ് കാണാൻ, അല്ലേ? ഒരു വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ നല്ല മനോഹരമായ ആ കുടുംബത്തിന് കഴിയാൻ കഴിയും, അല്ലേ? ആ കുടുംബത്തിന് അതിന്റെ പാല് കറന്നെടുത്ത് ജീവിച്ചാൽ മാത്രം മതി. നമ്മുടെ ഭാഗത്തൊക്കെ ഉത്തരേന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പശു ഉണ്ടെങ്കിൽ ആ കുടുംബം തന്നെ നശിക്കും അതോടുകൂടി. കാരണം എപ്പോഴാ കൊല്ലുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ പശുവിന്റെ പേരിൽ. അപ്പൊ ഒരു പശു നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലാഭം അത് മാത്രം മതി. പക്ഷെ നേരം വെളുത്ത് പശുവിനെ കൊണ്ടുവന്ന് കറക്കാൻ വേണ്ടിയിട്ട് കറവ, പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് കറക്കുക എന്നല്ലേ പറയാ, വേറെന്താ പറയാ? കറവ. ഇതിനെങ്കിലും നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ, തിരുവനന്തപുരത്തുകാരും കാസർഗോഡുകാരും തമ്മിൽ. പശുവിനെ കറക്കാൻ വേണ്ടി നോക്കുമ്പോ ഒരു തുള്ളി പാല് ചുരത്തുന്നില്ല എങ്കിൽ ആ പശുവിനെ കെട്ടിപ്പിടിച്ചോണ്ടാറിൽ നിൽക്കുവോ? പെട്ടെന്ന് വിൽക്കൂലേ നമ്മളതിനെ? പശു നല്ല കാണാൻ നല്ല അഴകാണ്, പക്ഷേ എന്തില്ല? പാലില്ല. വെറും പ്രൗഢിയിൽ മാത്രം ഫലം എന്തുണ്ട്? പാലില്ല പശുവിന് കാഴ്ചയിൽ രസമുണ്ട്. ചില പള്ളികൾ കാഴ്ചയ്ക്ക് കൗതുകമുള്ളതാ, ജുമഅയ്ക്ക് പോലും പ്രാവ് നിസ്കരിക്കേണ്ടതാ. ജുമഅയ്ക്ക് നിസ്കരിക്കണമെങ്കിലും പ്രാവ് വരണം. ആ പ്രാവല്ലാതെ ഈ നാട്ടിലുള്ള ഒരു കാക്കയും പള്ളി കയറൂല, അല്ലേ? ആകെ ഉള്ളത് പറവകൾ മാത്രമേ ഉള്ളൂ. നല്ല കാണാൻ മുഞ്ചുള്ള പള്ളിയാണ്. നമ്മുടെ ബാധ്യത പള്ളിയിൽ കയറി നിസ്കരിക്കലാണ്. അത് നമ്മൾ ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ പള്ളിയിൽ, പഴയ പള്ളിയിൽ ഒരു സഫ്, പള്ളി ഉദ്ഘാടനത്തിന് കയറാനും പെയിന്റ് അടിക്കാനും സാധനങ്ങൾ എടുത്തു കൊടുക്കാനും ഒജീനം കൊടുക്കാനും
വോളണ്ടിയേഴ്സ് ആവാനും വാഴ വെക്കാനും സംഘാടകരാകാനും എല്ലാറ്റിനും ആളുകൾ. നിസ്കാരത്തിനോ ആളില്ല എങ്കിലും മനസ്സിലാക്കണം, മുൻഗാമികൾക്കുണ്ടായിരുന്ന യഖീൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അതാണ് അവരുടെ മേന്മയും നമ്മുടെ നാശവും. നമ്മുടെ നാശം വേറെ രണ്ട് കാരണങ്ങൾ വരുന്നുണ്ട്, ഞാൻ പറയാം. അതുകൊണ്ട് വിശാലമായി അതിനെ വിശദീകരിച്ചു കൊണ്ടിരിക്കാൻ സമയമില്ല. മുൻഗാമികളായ മഹത്തുക്കൾക്ക് ഉണ്ടായിരുന്ന ഒന്നാമത്തെ ക്വാളിറ്റി യഖീൻ, ഉറപ്പ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, യഖീൻ തരട്ടെ. അതിനുവേണ്ടി ദുആ ചെയ്യണം. ഈമാൻ എല്ലാവർക്കും ഉണ്ട്, ഈമാൻ എല്ലാവർക്കും ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം, ഒരൊറ്റ ഉദാഹരണം. പണ്ടൊരാളൊരു കൊക്കയിലേക്ക് വീണു. ഒരു ഉദാഹരണമാണ് കേട്ടോ. കൊക്കയിലേക്ക് വീണു, അഗാധ ഗർത്തമാണ്. ഇയാളെ ജീവിതത്തിൽ സുഹൃതം ഒന്നും ചെയ്യാത്ത മനുഷ്യനാണ്. ഈ കൊക്കയിലേക്ക് വീണ് ഇയാൾ ചിന്തിച്ചു, ഞാൻ താഴെ എത്തുമ്പോ തന്റെ റൂഹ് മുകളിലെത്തും, ഒരു സംശയമില്ല. എന്തായിരുന്നാലും പെട്ടത് തന്നെ. അയാൾ ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയിട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കച്ചത്തുരുമ്പ് കിട്ടി, പിടിച്ച് തൂങ്ങിക്കിടന്നു. ഒരു വേര് അയാൾക്ക് കിട്ടി. താഴേക്ക് നോക്കിപ്പോണ്ട് വന്നതിനേക്കാൾ ദൂരം ഇനിയും പോകാനുണ്ട്. ഇയാൾ അവിടെ കിടന്ന് പറയാന്ന്, ജീവിതത്തിൽ ഒരു സുഹൃതവും ചെയ്യാത്ത എന്നെ നീ രക്ഷപ്പെടുത്തിയില്ലേ പടച്ചോനെ. ഇനി ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട നീ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. അപ്പൊ അള്ളാഹ് ചോദിച്ചു, ഉത്തരേ നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞ എന്ത് നീ അനുസരിക്കോ? അതെ, നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. നീ രക്ഷപ്പെടുത്തിയില്ലേ എന്നെ. അള്ളാഹ് ചോദിച്ചു, നീ ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കോ? അതെ, നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാ, കാരണം നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പെട്ടുപോയേനെ, മരിച്ചു പോയേനെ. ആ സമയത്ത് അള്ളാഹു ഒന്നുകൂടെ ചോദിച്ചു, മോനെ നീ എന്ത് പറഞ്ഞാലും അനുസരിക്കോ? അതെ, നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം തമ്പുരാനെ. അപ്പൊ അള്ളാഹ് പറഞ്ഞു, എന്നാ നീ ആ പിടിയങ്ങ് വിട്ടെ. നീ ഇപ്പൊ പിടിച്ചിരിക്കുന്ന പിടിയുണ്ടല്ലോ, നീ അതങ്ങ് വിട്, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം. അപ്പൊ അയാൾ താഴേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അത് മാത്രം നീ പറയരുത്, അത് മാത്രം നീ പറയരുത്. കാരണം എന്താണ്? ഇവന് ഈമാനുണ്ട്, പക്ഷെ യഖീനില്ല. യഖീനില്ല. സദക്ക കൊടുത്ത കൂലി കിട്ടൂല എന്നാർക്കെങ്കിലും വിശ്വാസം ഉണ്ടോ? നമ്മൾ കൊടുക്കുന്നതിന് അള്ളാഹു ഒരു നെൽക്കതിര് പാടത്ത് വെക്കുന്നത് പോലെയാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ. അപ്പൊ അതിൽ പിന്നെ കീലിയം കാലയൊന്നുമില്ലല്ലോ, അതിൽ പിന്നെ ബുഖാരി മുസ്ലിം ഒന്നുമില്ലല്ലോ ഖുർആനില്. ഒരു നെൽക്കതിര് നമ്മൾ വെച്ചാൽ അതില് അള്ളാഹുവിന്റെ ഖുർആൻ വളരെ മനോഹരമായി അതിനെ വർണ്ണിക്കുന്നുണ്ട്. 7 നെൽക്കതിരുകൾ പൊട്ടി വരും അതിൽ നിന്ന്. അതിൽ ഓരോന്നിലും നിരവധി നെൽമണികൾ. അപ്പൊ ഒരു മണി നമ്മൾ വെച്ചപ്പോ, ഒരു നെൽമണി നമ്മൾ നിലത്ത് വെച്ച് പാടത്ത് വെച്ച് കൃഷി ചെയ്യാൻ വേണ്ടി വെച്ചപ്പോ അതിൽ നിന്ന് 7 കതിരുകൾ പൊട്ടി. 7ലും 10 വീതം. അതിലും വീണ്ടും കതിരുകൾ പൊട്ടി പൊട്ടി ഒന്നിൽ നിന്ന് എത്രയോ നെൽമണികൾ ഉണ്ടാകുന്നു. ഇതുപോലെയാണ് സദക്ക കൊടുക്കുന്നവരെന്ന് പറയുമ്പോ, അതൊക്കെ ഉറപ്പായി, ഞങ്ങൾക്കതറിയാം. സദക്ക കൊടുത്താൽ അള്ളാഹു വലിയ പുണ്യം തരും, സ്വർഗം ഉറപ്പാണ്, അതെല്ലാം അറിയാം. പക്ഷെ നീ കൊടുക്ക്, അത് മാത്രം എന്നെ കൊണ്ട് പറ്റൂല. അതെന്താ കാര്യം? യഖീനില്ല. യഖീനില്ലാത്തത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻഗാമികൾക്കുണ്ടായിരുന്നത് യഖീനാണ്. അതുകൊണ്ടാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവതരിപ്പിച്ചു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ധനമേതാണോ ആ ധനം നിങ്ങൾ ചെലവാക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം കിട്ടൂല. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ധനമേതാണ് അത് ചെലവ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം കിട്ടൂല. അബൂ തൽഹ റളിയല്ലാഹു അൻഹു മറിച്ചൊന്നും ചിന്തിച്ചില്ല. മസ്ജിദുൻ നബവിയുടെ ചാരത്ത് ഒരു തോട്ടമുണ്ട്, പേര് ബൈറുഹാ. ആ ബൈറുഹാ തോട്ടത്തിൽ റസൂലുള്ളാഹി ഇറങ്ങി വെള്ളം കുടിച്ച കിണറുണ്ട്. അതിനകത്ത് നല്ല ഫലപുഷ്ടിയുള്ള നല്ല നല്ല പഴവർഗ്ഗങ്ങളുണ്ട്. വല്ലാത്തൊരു തോട്ടമാണ്. റസൂലുള്ള ചിലപ്പോഴൊക്കെ ഇറങ്ങിയിട്ട് കാറ്റ് കൊള്ളാൻ അവിടെ വരാറുണ്ട്. അതിൽ നിന്ന് നബിതങ്ങൾ കോരി വെള്ളം കുടിച്ചിട്ടുണ്ട്. ആ ബൈറുഹാ തോട്ടം മോഹവിലക്കെടുക്കാൻ അന്നത്തെ റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളുകൾ വന്നിരുന്നു മസ്ജിദുൻ നബവിയുടെ അടുത്ത്. നീ പറയുന്ന വില ഞാൻ തരാം, ഒറ്റ ക്വാളിറ്റി, റസൂലുള്ള കുടിച്ച വെള്ളമുള്ള കിണറാണ്, തായോ. അബൂ തൽഹ പറഞ്ഞു, കൊടുക്കൂല, കൊടുക്കൂല, ഞാനിത് ആർക്കും കൊടുക്കില്ല, ഇതെന്റെ ഇഷ്ട സ്വത്താണ്, ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞു. ആ സെക്കൻഡിൽ അള്ളാഹു ആയത്തിറക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ, ഇത് എന്തെങ്കിലും ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെ, ഒരു തിരക്കഥ പോലെ, ഒരു സീരിയലിന്റെ ഏതെങ്കിലും ഒരു ഇതിവൃത്തം പോലെ ആണോ ഇത്? അല്ല. ആ സെക്കൻഡിൽ അള്ളാഹു ആയത്തിറക്കുന്നു, ലൻ തനാലുൽ ബിർ, നിങ്ങൾക്ക് പുണ്യം കിട്ടൂല, ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ,
നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചെലവാക്കുന്നത് വരെ. ചാടി എണീറ്റു അബൂ തൽഹ റളിയല്ലാഹു അൻഹു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയേ, ബൈറുഹാ, ഞാനിതാ ബൈത്തുൽ മാലിലേക്ക് തന്നിരിക്കുകയാണ്. മോഹവിലയും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാനിതാ തന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൻതജഅലഹാ ഫിൽ അഖറബീൻ, നിനക്കിനി അതിൽ ആധിപത്യമില്ല, നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി വിട്ടുകൊടുത്തേക്ക്. അങ്ങനെ പൊതു സ്വത്താക്കി അബൂ തൽഹ റളിയല്ലാഹു അൻഹു മാറ്റി. ഇന്ന് നിങ്ങൾ വിവരമുള്ള ഉസ്താദുമാരോട് ചോദിച്ചു നോക്കണം, മദീനയിൽ ചെല്ലുമ്പോ മസ്ജിദ് നബവിക്കകത്ത് കയറിയിട്ട് അവിടെ നിൽക്കുന്ന പോലീസുകാർ ചോദിച്ചാൽ അപ്പോഴേ നിങ്ങളെ പിടിച്ച് പുറത്താക്കി കളയും. കാരണം കേരളക്കാരെ പേടിച്ചുകൊണ്ടാണ് ഇപ്പോഴും അവിടെ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം ഉംറയ്ക്ക് പോകുന്ന സമയത്ത്, ഒരുപാടൊന്നും ആയിട്ടില്ല, ഈ അടുത്ത സമയത്ത് ഒരു 10-11 വർഷത്തിന് മുമ്പ് പോകുമ്പോ മക്കയില് മസ്ജിദുൽ ഹറമിൽ അന്ന് ഈ തുർക്കി പള്ളിയുണ്ട്. ആ പള്ളിയുടെ അകത്തൊരു തൂണുണ്ട്. അവിടെയായിരുന്നു ജിബിരിയില് ബുറാക്ക് കൊണ്ടൊന്ന് കെട്ടിയിട്ടിട്ട് റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിന്ന ആ കെട്ടിയിട്ട സ്ഥലം. അതിന് കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാരും പിന്നെ ചെന്നിട്ട് മുത്താൻ തുടങ്ങി. പിന്നെ എല്ലാവർക്കും പണി അത് തന്നെ. ഈ തൂണിൽ മുത്തി 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 ആ തൂണ് അവർ പൊളിച്ചു കളഞ്ഞു. ഉഹദില് ഒരു ചെറിയ ഭാഗമുണ്ട്. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു മതപണ്ഡിതൻ, നിരവധി ഉലമാക്കളുടെ അഭിവന്യനായ ഒരു പണ്ഡിതൻ, ഉസ്താദ്, അദ്ദേഹം ഈ പറയുന്ന സ്ഥലത്ത് ചെന്നിരുന്നിട്ട് അതിനകത്തിരുന്നിട്ട് എന്നെ വിളിക്കാൻ, ഞാൻ ഈ സ്ഥലത്തിരിപ്പുണ്ട്, ഇതിനകത്ത് പടച്ചവനാണ്, അള്ളാന്റെ ഹബീബിന്റെ മണം മാറിയിട്ടില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഉഹദിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം ചെയ്തിട്ട് വിയർത്ത് വന്ന് വിശ്രമിക്കാൻ വേണ്ടി നബിതങ്ങൾക്കൊരു ചെറിയ ഗുഹയുണ്ടാക്കി കൊടുത്ത് അതിനകത്ത് റസൂലുള്ളാഹി കയറിയിരുന്നു. അന്ന് ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് വീണ ഒരു തുള്ളി വിയർപ്പിന്റെ മണം 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഉഹുദിന്റെ മണ്ണിൽ നിന്ന് മാറാതെ ആ മണം ശേഷം പോകുന്ന ആളുകളുടെ നാസ്വാദ്വാരങ്ങളിലൂടെ അവർക്ക് വികാരം അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റിയിട്ടുള്ള സ്നേഹത്തിന്റെ പാരമ്യതയിലെത്തിക്കുന്ന ആ മനോഹരമായ കാഴ്ച. അവസാനം ആളുകളുടെ അതിപ്രസരം കാരണം അത് ബ്ലോക്ക് ചെയ്ത് അടച്ചുപൂട്ടി.